സ്നേഹമുള്ളവരെ, മഞ്ഞ് വീഴുന്നത് കാണുവാൻ ആഗ്രഹിക്കുന്നവരാണ് നാം എല്ലാവരും തന്നെ. കാരണം അത് കണ്ണിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ചയാണ്. അത് കാണുവാനായിട്ട് വിദൂരങ്ങളിലേക്ക് പോലും നമ്മൾ യാത്ര ചെയ്യാറുമുണ്ട്. ക്രിസ്മസിനോടനുബന്ധിച്ച് നമ്മൾ പുൽക്കൂട് ഒരുക്കുമ്പോൾ മഞ്ഞിൻ്റെ പ്രതീകമായിട്ട് നമ്മൾ പഞ്ഞിയൊക്കെ വെച്ച് ഈ മഞ്ഞുവീഴ്ച പുനരാവിഷ്കരിക്കാറുണ്ട്. കാരണം ഈശോ ജനിച്ചത് ഒരു മഞ്ഞുള്ള രാത്രിയിലാണെന്നാണ് നമ്മൾ കരുതുന്നത്. എന്നാൽ മഞ്ഞ് ഒരു പ്രതീകം കൂടിയാണ്. സ്വർഗത്തിൽ നിന്നും ഈശോ നമുക്കായി സ്വയം ശൂന്യവൽക്കരിച്ച് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ ആ ഇറങ്ങി വന്നവൻ പരിശുദ്ധിയുടെ ഉറവിടവും നിറകുടവുമാണെന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. മഞ്ഞ് എന്നത് വെണ്മയുടെയും പരിശുദ്ധിയുടെയും പ്രതീകമാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധനായവൻ വെണ്മ നമ്മിലേക്ക് ചൊരിയുകയാണ്, പരിശുദ്ധി ചൊരിയുകയാണ്. പാപമംഗലമായ മനുഷ്യവംശത്തിൻ്റെ മുകളിൽ വിശുദ്ധിയുടെ പരിശുദ്ധിയുടെ പരവതാനി വിരിക്കുകയാണ് ഉണ്ണീശോയുടെ ജനനം. അതുപോലെ തന്നെ ഒരു പ്രതീകമുള്ളത് മഞ്ഞ് ദൈവാനുഗ്രഹങ്ങളുടെ ചൊരിയലായിട്ട് കാണാറുണ്ട്. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ റോമിൽ AD 352 ലിബെരിയോസ് മാർപ്പാപ്പ പരിശുദ്ധ അമ്മയുടെ പേരിലുള്ള ഒരു ബസിലിക്ക പണിയാൻ ആഗ്രഹിച്ചപ്പോൾ അതെവിടെ പണിയണമെന്ന് ചിന്തിച്ചപ്പോൾ ഓഗസ്റ്റ് 5-ാം തീയതി ഒരു അത്ഭുതം അവിടെ നടക്കുകയുണ്ടായി. റോമിൻ്റെ ഹൃദയഭാഗത്ത് നട്ടുച്ച നേരത്ത് മഞ്ഞ് പെയ്യുന്ന കാഴ്ചയാണ് അവർ കണ്ടത്. അതൊരു ദൈവിക വെളിപാടായി കണ്ട് അവിടെ പരിശുദ്ധ അമ്മയ്ക്കായിട്ട് സെയിൻറ്റ് മേരി മേജർ ബസിലിക്ക പണിതുവെന്നാണ് ഐതിഹ്യം. നമ്മിലേക്ക് ദൈവം ചൊരിയുന്ന അനുഗ്രഹങ്ങളുടെ അടയാളമാണ് മഞ്ഞ്. അതുകൊണ്ട് ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമ്മൾ ക്രിബിൽ വെക്കുന്ന പുനരാവിഷ്കരിക്കുന്ന ഈ മഞ്ഞ് നമ്മുടെ ഹൃദയത്തിലും അത് പുനരാവിഷ്കരിക്കട്ടെ. അതിനായി നമ്മൾ കുമ്പസാരിച്ച് വെണ്മയുള്ള ഒരു ഹൃദയം സ്വന്തമാക്കാം. പരിശുദ്ധനായ ദൈവത്തെ, ദൈവപുത്രനെ ഹൃദയത്തിൽ സ്വീകരിക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം. എല്ലാവർക്കും പിറവി തിരുനാളിൻ്റെ ആശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു.